ഹായ് ഹാപ്പി ലൈഫ് വിത്ത് അമ്മുവിലേക്ക് വീണ്ടും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്നും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിക്കണത്. കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങിയാലോ. അപ്പോൾ കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. ലൈക്കും കമൻറ്റും ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല തകർത്ത് പെയ്യണ മഴയാണ് കേട്ടോ. ആകെ ഒരു മൂടിക്കെട്ടിയ തണുത്ത അന്തരീക്ഷമാണ്. സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കാൻ തോന്നില്ല കേട്ടോ. പക്ഷെ ഉറക്കില്ല. ചെറിയൊരു കുട്ടീൻ്റെ അവൾ വന്ന് കരഞ്ഞ് പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് എണിപ്പിക്കും കേട്ടോ. അപ്പോൾ അവളെയും കൊണ്ട് മഴ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മഴ ഇങ്ങനെ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസമാണല്ലേ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര അത്ഭുതത്തിൽ ഇങ്ങനെ നോക്കി കാണാൻ കേട്ടാ. എത്ര കണ്ടിട്ടും മതിയാവണില്ല അവൾക്ക് മഴ. മഴ ഭംഗിയാണ് രസമാണെന്നൊക്കെ ഭയങ്കര കാവ്യാത്മകമായി പറയാനൊക്കെ പറ്റും. പക്ഷേ മഴ പെയ്യുമ്പോൾ വീട്ടുകളിൽ വെള്ളം കയറുന്നവർക്കും അല്ലാതുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കൊക്കെ നെഞ്ചത്ത് തീ തന്നെയാണല്ലേ. അപ്പം മഴ കാണലൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നിട്ടാ. അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനാണ് എന്താ ഉണ്ടാക്കേണ്ടത് അങ്ങനെയൊക്കെ. അപ്പോൾ ആദ്യം തന്നെ മോൾക്കുള്ള പാലങ്ങോട്ട് കാച്ചിട്ടാണ് കേട്ടോ തുടക്കം. അതെന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫൈനലി ഒരു ഡിസിഷനിലെത്തി. നമുക്ക് നമ്മളെ ദോശ തന്നെ ഉണ്ടാക്കാമെന്ന് കേട്ടോ. അങ്ങനെ മൈദമാവും അരിപ്പൊടിയും സമമെടുത്ത് ഉപ്പിട്ട് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് ലൂസാക്കി കലക്കി വെച്ചിട്ടാ. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചുട്ടെടുക്കാം. അത് കലക്കി സെറ്റാക്കി വരുമ്പോഴത്തേനും മോളുടെ പാൽ ഇവിടെ തിളച്ചിട്ടാ. അപ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ടിട്ട് അതൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുത്തിട്ടാ. അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് വേഗം തന്നെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ടാ. അധികം സ്ട്രോങ് അല്ലാത്തൊരു ചായ. അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുടിച്ചിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദോശ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഈ ദോശക്ക് മീൻകറി ആണെങ്കിലും സാമ്പാറോ എന്താണെങ്കിലും കൂട്ടി കഴിക്കാവുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇന്ന് തേങ്ങാപ്പാലും പഞ്ചസാരയും ഇട്ടിട്ട് എടുക്കുന്നത്. കാരണം വേറെ ആരുമില്ല, ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണതാണ് ഈസി എന്ന് വിചാരിച്ച്. ആരും ഇല്ലാത്തപ്പോൾ നമ്മളൊക്കെ അങ്ങനെയാണല്ലേ. അങ്ങനെ ചായയും ദോശയും തേങ്ങാപ്പാലൊക്കെ ആയിട്ട് ഞാനും മോളും കൂടിയിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിക്കുമ്പോൾ മഴയൊക്കെ നന്നായി തോർന്ന് മാനമൊക്കെ ഒന്ന് ചെറുതായി തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും ഏത് നിമിഷവും പൊട്ടി പെയ്യാന്നുള്ള പാകത്തിന് തന്നെയാണ് ഇപ്പോഴും ആകാശം നിൽക്കുന്നത് കേട്ടോ. ഇനി ഇതിങ്ങനെ 2-3 മാസമൊക്കെ കഴിയണ്ടേ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.